കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരായ ഗോകുലം ഗോപാലനെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിട്ടയച്ചു. നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നാണ് കൊച്ചി ഇ ഡി ഓഫീസിൽ ഗോകുലം ഗോപാലൻ ഹാജരായത്. ഇ ഡിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് വിളിപ്പിച്ചതാണെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു. അമൽ ചേരുന്നു. അമൽ, എന്തൊക്കെയാണ് ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ? എപ്പോഴാണ് ഗോകുലം ഗോപാലനെ വിട്ടയച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഗോകുലം ഗോപാലൻ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ടായിരുന്നത്. 6 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഗോകുലം ഗോപാലനെ വിട്ടയച്ചത്. ഇതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തന്നെ ഇത്തരത്തിൽ ഇ ഡി ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. അതിന് മറുപടി നൽകുവാനുള്ള ഉത്തരവാദിത്വം തനിക്കുള്ളത് കൊണ്ടാണ് താൻ ഇ ഡി ഓഫീസിൽ എത്തിയത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇ ഡി ഓഫീസിലേക്ക് ഗോകുലം ഗോപാലൻ എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇത്തരത്തിൽ റെയ്ഡും പരിശോധനകളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഡിജിറ്റൽ രേഖകൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ വാദമുള്ളത്. ഒപ്പം തന്നെ 1.5 കോടിയോളം രൂപ ലഭിച്ചു എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ഗോകുലം ഗോപാലൻ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും വിദേശ നാണയ ചട്ടലംഘനം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ വിശദീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നാണ് ഇ ഡി പറയുന്നത്. അതേസമയം തന്നെ നിലവിൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ പ്രൊഡക്ഷൻ പാർട്ണറായി എത്തുകയും 102 കോടി രൂപ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ ഇ ഡിയുടെ പരിശോധനകൾ അടക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടി ഇ ഡി ഓഫീസിലേക്ക് ഗോകുലം ഗോപാലിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ 6 മണിക്കൂർ തുടർച്ചയായുള്ള ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അദ്ദേഹത്തെ വിട്ടയച്ചിട്ടുണ്ട്. ഗോകുലം ഗോപാലിന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.